G&G വിഷൻ ടോക്കിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. കൊച്ചിയുടെ തീരദേശ ഭംഗിയും ചരിത്രവും ഒരുപോലെ ഒത്തുചേരുന്ന മനോഹരമായ ഒരു ഇടത്തിലൂടെയാണ് ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത്. വർഷങ്ങളുടെ വിശ്വാസ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന പശ്ചിമ കൊച്ചിയിലെ പ്രധാന തീർത്ഥാടനങ്ങളിലൊന്നായ ചെല്ലാനത്തെ സെന്റ് സെബാസ്റ്റ്യൻസ് റോമൻ കത്തോലിക്ക ദേവാലയത്തിലേക്കാണ് ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. കടൽ തീരത്തോട് ചേർന്നുള്ള ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിലാണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. 1832 സ്ഥാപിതമായ ഈ പള്ളിക്ക് ഏകദേശം 190 വർഷത്തിലേറെ പഴക്കമുണ്ട്. കൊച്ചി രൂപതയുടെ കീഴിലുള്ള ചരിത്ര പ്രസിദ്ധമായ ദേവാലയങ്ങളിൽ ഒന്നായ ഇത് വിശ്വാസത്തിന്റെയും പാരമ്പര്യത്തിന്റെയും പ്രതീകമായാണ് അറിയപ്പെടുന്നത്. പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ പോർച്ചുഗീസ് യൂറോപ്യൻ വാസ്തുവിദ്യയുടെ സ്വാധീനം പ്രകടമാകുന്ന മനോഹരമായ നിർമ്മാണ ശൈലി ശ്രദ്ധയിൽപ്പെടും. വിശാലമായ ഉൾഭാഗവും പ്രാർത്ഥനയ്ക്ക് അനുയോജ്യമായ ശാന്തമായ അന്തരീക്ഷവും ഇവിടുത്തെ പ്രത്യേകതയാണ്. കൂടാതെ വിശാലമായ തിരുമുറ്റവും കടലിൽ നിന്നുള്ള തണുത്ത കാറ്റും സന്ദർശകർക്ക് ആത്മീയമായ അനുഭവം സമ്മാനിക്കുന്നു. ഈ ദേവാലയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമാണ് വിശുദ്ധ സെബാസ്ത്യാനോസിന്റെ വാർഷിക തിരുനാൾ. എല്ലാ വർഷവും ജനുവരി 20-നാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. തിരുനാൾ ദിവസങ്ങളിൽ ചെല്ലാനവും സമീപ പ്രദേശങ്ങളും ഭക്തജനങ്ങളാൽ നിറയും. ഭക്തി നിർഭരമായ പ്രദക്ഷിണങ്ങൾ, മനോഹരമായ അലങ്കാരങ്ങൾ, ബാൻഡ് മേളങ്ങൾ, ആകാശപൂരം തുടങ്ങി നിരവധി ആഘോഷങ്ങളാണ് തിരുനാളിന്റെ ഭാഗമായി നടക്കുന്നത്. ജാതി മത ഭേദമന്യേ ആയിരക്കണക്കിന് ആളുകൾ വിശുദ്ധന്റെ അനുഗ്രഹം തേടി ഈ ദിവസങ്ങളിൽ ഇവിടെ എത്തിച്ചേരുന്നു. തീരദേശവാസികളുടെ ആത്മീയ ജീവിതത്തിൽ ഈ ദേവാലയത്തിന് വളരെ പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട്. കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികളും കുടുംബങ്ങളും വിശുദ്ധ സെബാസ്ത്യാനോസിന്റെ മാധ്യസ്ഥം തേടി ഇവിടെ പ്രാർത്ഥിക്കുന്നത് പതിവാണ്. കുർബാന സമയങ്ങൾ ഞായറാഴ്ചകളിൽ രാവിലെ 6:30-നും 9-നും വിശുദ്ധ കുർബാന നടക്കുന്നു. തിങ്കൾ മുതൽ ശനി വരെ ദിവസേന രാവിലെ 6:30-നും 7:30-നും വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും. എങ്ങനെ എത്താം? കൊച്ചി നഗരത്തിൽ നിന്ന് തോപ്പുംപടി വഴി ചെല്ലാനം റൂട്ടിലൂടെ യാത്ര ചെയ്താൽ പ്രധാന റോഡിനോട് ചേർന്ന് തന്നെ ഈ ദേവാലയത്തിൽ എത്താം. സന്ദർശകർക്കായി വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, കൊച്ചിയിലെ ഈ മനോഹരമായ തീരദേവാലയത്തെ കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾ ഈ ദേവാലയം സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ കമന്റിലൂടെ പങ്കുവെക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇനിയും ഇത്തരം യാത്രാ പൈതൃക വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.